Welcome back. The topic is functions in C++. രണ്ടാം വർഷ കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് അവസാനത്തെ ഭാഗമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ആർ ആക്ച്വലി സബ് പ്രോഗ്രാംസ്. ഫങ്ഷൻസ് എന്ന് പറയുന്നത് സബ് പ്രോഗ്രാംസ് ആണ്. എന്താണ് സബ് പ്രോഗ്രാം? പ്രോഗ്രാമുകളുടെ, വലിയ പ്രോഗ്രാമുകളുടെ ഒരു പാർട്ട്, ഒരു കഷ്ണം, അതാണ് സബ് പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതൊരു C++ പ്രോഗ്രാമിൽ ഉണ്ടാവുന്ന ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. അത് സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെയാണ്: ഇൻഡ് മെയിൻ, ഒരു ബ്രാക്കറ്റ്, പരാന്തസിസ്, എന്നിട്ട് ഒരു കേളി ബ്രേസ് ഓപ്പൺ. ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ അവസാനം ഇങ്ങനെ ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ C++ൽ ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോ മെയിൻ ഈസ് എ ഫംഗ്ഷൻ. C++ൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ആരംഭിക്കുന്നത് മെയിനിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്, അവസാനിക്കുന്നത് മെയിനിലെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, C++ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ഒരു ഫംഗ്ഷൻ ഉണ്ടാവണം. ഐ മീൻ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് മെയിൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ വലുപ്പം കൂട്ടി 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 പോവാം. പ്രശ്നമൊന്നുമില്ല, പ്രോഗ്രാം വർക്ക് ചെയ്യും. പക്ഷേ വളരെ വലിയ പ്രോഗ്രാമുകളാണ്, വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് നമ്മൾ C++ൽ പ്രോഗ്രാം എഴുതിയിട്ട് സൊല്യൂഷൻ കാണുമ്പോൾ ഈ മെയിൻ സെക്ഷൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള, പ്രോഗ്രാം ഡെവലപ്മെന്റിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന്, നമുക്ക് ഒരേ സമയം ഈ പ്രോഗ്രാമിന്റെ ഡെവലപ്മെന്റ് നടക്കുകയില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ പ്രോഗ്രാമിന്റെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രോഗ്രാം സങ്കീർണമാവുമ്പോൾ, വലുതാവുമ്പോൾ അതിൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ, അത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, ചിലപ്പോൾ പ്രോഗ്രാമിന്റെ വലുപ്പം ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പ്രോഗ്രാമിൽ തന്നെ പലപ്പോഴും ആവർത്തിച്ച് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടാവും. ആ ആവർത്തിച്ച് ചെയ്യുന്ന ഭാഗങ്ങൾക്കൊക്കെ നമ്മൾ ആവർത്തിച്ച് കൂടെ എഴുതുകയാണെങ്കിൽ ആ പ്രോഗ്രാമിന്റെ വലുപ്പം അത്രയും കൂടിപ്പോയി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യും. എങ്ങനെ ഡിവൈഡ് ചെയ്യും? പ്രോഗ്രാം divided into subprograms. യഥാർത്ഥത്തിൽ ഈ സബ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്താ പറയുക? ഫങ്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കി രണ്ട് വിഭാഗം ഫങ്ഷൻസ്, രണ്ട് തരം ഫങ്ഷൻസ് C++. ഒന്നിനെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് അല്ലെങ്കിൽ built in functions എന്ന് വിളിക്കും. രണ്ടാമത്തെ വിഭാഗം യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. C++ലെ ഫങ്ഷനുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വിഭാഗം കാണാൻ. ഒന്നിനെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നും മറ്റൊന്നിനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നുമാണ് നമ്മൾ വിളിക്കുക. ഈ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രോഗ്രാമിൽ. ഉദാഹരണം, ഗെറ്റസ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ ആണ്.
പുട്ടസ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഇനി strlen ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. strcpy is a predefined function. getchar, putchar, get ഇവയെല്ലാം അതുപോലെ to upper, to lower, is, alpha, is, alna, ഇവയെല്ലാം എന്താണ്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. ഈ ഫംഗ്ഷനുകളെല്ലാം തന്നെ C++ൽ ആൾറെഡി എഴുതി കമ്പൈൽ ചെയ്ത് തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷൻസ് എവിടെയാണോ ഉള്ളത്, ആ ഏത് ഫയലിലാണോ ഉള്ളത്, ആ ഫയലിനെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഇവനെന്താ ചെയ്യുന്നത്? IOStream എന്ന് പറയുന്ന ഒരു ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തും. അങ്ങനെ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് C-നും C-ഔട്ടും ഉപയോഗിക്കാൻ കഴിയുക. ഇവിടെ നമുക്ക് ഇത്തരം ഫംഗ്ഷൻസ്, ഈ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവ ഏത് ഹെഡർ ഫയലിലാണ് ഡിഫൈൻ ചെയ്തത് എന്ന് നമുക്കറിയാം. ആ ഹെഡർ ഫയലുകളെ നമ്മൾ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തണം. ഇപ്പൊ ഉദാഹരണമായിട്ട് strlen സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട ഈ ഫംഗ്ഷൻസ് നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാഷ് ഇൻക്ലൂഡ് C-string അല്ലെങ്കിൽ string.h എന്നാണ് നമ്മൾ ടർബോ C++ലാണ് C-string. അതുപോലെ ക്യാരക്ടർ ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് C-type. ഇങ്ങനെ ഹെഡർ ഫയലുകൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തും. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം വാക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷനുകൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഫംഗ്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയാ? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഇതിന്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തതെന്നോ അതിലെ ഇൻസ്ട്രക്ഷൻസ് എന്താണ് എന്നോ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അത് എവിടെയുണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അത്തരം ഫംഗ്ഷൻസ് ആണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കുറിച്ച്. പ്രോഗ്രാമർ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഫംഗ്ഷനുകളെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഇവിടെ യൂസർ എന്ന് പറയുന്നത് ആരാണ്? പ്രോഗ്രാമർ. പ്രോഗ്രാമർ അയാളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഫംഗ്ഷനുകളെ പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സബ് പ്രോഗ്രാംസ് ആണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പ്രോഗ്രാം വലുതാവുമ്പോൾ, സങ്കീർണത വർദ്ധിക്കുമ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് സബ് പ്രോഗ്രാംസ്. ഈ സബ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ്, അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം: it is a set of instructions. It is a named set of instructions written for performing a particular task. ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പേര് കൊടുത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിനെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുക. These set of instructions can be accessed or used. അല്ലെങ്കിൽ നമ്മൾ പറയും അവയെ കോൾ ചെയ്യുക എന്ന് പറയും. വിളിക്കുക, ഉപയോഗപ്പെടുന്നതിന് കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യുന്നതിന് കോൾ ചെയ്യുക എന്ന് പറയും.
അങ്ങനെ എഴുതി വെച്ച ആ ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാം? ആ പേര് ഉപയോഗിച്ചിട്ട്. ആ പേരാണ് അതിന്റെ ഐഡന്റിഫയർ. ആ പേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ കോൾ ചെയ്യുക. അപ്പോൾ പേര് കൊടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫങ്ഷൻസ് എന്ന് പറയുക. ഇനി നമ്മൾ നോക്കുക, എങ്ങനെയാണ് നമ്മളൊരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുക. നമ്മുടെ പ്രോഗ്രാമിൽ നമുക്കൊരു ഫങ്ഷൻ എഴുതേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ ആ പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്യും? ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്ന, ഒരു സബ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ തയ്യാറാക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നാ പറയാ. ഹൗ ടു ഡിഫൈൻ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട സംഗതി ഒന്ന്, ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ സപ്പോസ് നമ്മുടെ ഫംഗ്ഷന്റെ പേര് ഫൺ എന്നാണ് എന്ന് വിചാരിക്കുക. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ഇൻപുട്ട് വാല്യൂസ് കൊടുക്കും. ചിലപ്പോൾ കൊടുക്കാതിരിക്കാം. ഈ വാല്യൂസ് എടുത്തിട്ട് ഈ പറയുന്ന ഫൺ എന്ന് പറയുന്ന പേരിനാൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളാണ് പെർഫോം ചെയ്യും. അതിനുശേഷം നമുക്ക് പുറത്തേക്ക് കുറച്ച് വാല്യൂസ് കിട്ടും. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഈ പേര് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കും. എന്നിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മളൊരു ഉദാഹരണം എടുക്കുക. നമ്മളുടെ ഈ ഫ്ലോർ മില്ല്, പൊടിമില്ല്. നമ്മളുടെ പൊടിമില്ല് ഇതാണ് മില്ല്. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കും, ഇൻപുട്ടായിട്ട് കൊടുക്കും. നമുക്ക് പുറത്തേക്ക് ചില കാര്യങ്ങൾ കൊടുക്കും. റൈറ്റ്? അപ്പൊ പൊടിമില്ലാണ്. ഇവിടെ നമ്മൾ റൈസ് കൊടുക്കുന്നു, അരി കൊടുക്കും. അരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അരിയെ പൊടിച്ചിട്ട് പൊടി കിട്ടും, ഫ്ലോർ. അപ്പൊ ഉള്ളിലേക്ക് കൊടുക്കുന്നത് റൈസ് കൊടുക്കുന്നു, അത് പ്രോസസ് ചെയ്യുന്നു, നമുക്ക് പുറത്തേക്ക് എന്ത് കിട്ടുന്നു? ഫ്ലോർ, റൈസ് ഫ്ലോർ കിട്ടുന്നു. ഇവിടെ നമ്മൾ ഗോതമ്പ് വീറ്റാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനെ പൊടിച്ചിട്ട് അതിന്റെ പൊടി പൊടി. ഒരു ഉദാഹരണം പറയാം. അപ്പോ ഉള്ളിലേക്ക് കൊടുക്കുന്ന എന്താണ്? ഗ്രെയിൻസ് ആണ്, ധാന്യങ്ങളാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്. പുറത്തേക്ക് എന്താ നമുക്ക് കിട്ടുന്നത്? പൊടിയാണ്. ഇവിടെ എന്താ നടക്കുന്നത്? ആ പൊടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. അത് കുറച്ച് ഇൻപുട്ട് എടുക്കുന്നു, പ്രോസസ് ചെയ്യുന്നു, പുറത്തേക്ക് തരുന്നു. പുറത്തേക്ക് തരുന്ന ഔട്ട്പുട്ടിന് ഒരു പ്രത്യേക രൂപമുണ്ട്. ഉള്ളിലേക്ക് കൊടുക്കുന്ന സാധനത്തിന് ഒരു പ്രത്യേക രൂപം. ഇതാണ് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ. നമുക്ക് ഇങ്ങനെ കാണാം, ഒരു റിയൽ ടൈം എക്സാമ്പിൾ. ഇതേപോലെ കുറച്ച് വാല്യൂസിന് നമ്മൾ സപ്ലൈ ചെയ്യും. അത് ആ പറയുന്ന കാര്യങ്ങൾ അതിന്റെ മുകളിൽ ചെയ്യും. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് വാല്യൂസ്. ഇനി നമ്മൾ ഇതിനെ C++ന്റെ ഫോർമാറ്റിലേക്ക് മാറ്റും. ഇപ്പൊ നമ്മൾ എഴുതും, നമ്മളുടെ ഫംഗ്ഷന്റെ പേര് ഫണ്ണ് എന്നാണ്. ഫൺ. എന്നിട്ട് ബ്രാക്കറ്റിൽ ഉള്ളിലേക്ക് കൊടുക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്? ഇൻപുട്ട് വാല്യൂസ്. ഇങ്ങനെ ഇൻപുട്ട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഗതി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ ഏത് രൂപത്തിലാണ് പുറത്തേക്ക് തരുന്നത് അതിനെ നമ്മൾ റിട്ടേൺ വാല്യൂ, അതായത് പുറത്തേക്ക് വരേണ്ട വാല്യൂ. എന്നിട്ട് നമ്മൾ ഒരു ബ്രാക്കറ്റ് ആ ഫണ്ട് എന്ന് പറയുന്ന സംഗതി ചെയ്യുക. എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, വിളിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഇവിടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതും. എന്നിട്ട് ബ്രാക്കറ്റ്. ഇതിനൊന്നും കൂടി റിഫൈൻഡ് ഫോമിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് വാല്യൂസ് കൊടുത്തേക്കാം. അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തന്നേക്കാം. ഇനി കൊടുക്കുന്ന വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും ഈ വാല്യൂസ് ഇല്ലാത്ത കേസ് ആണെങ്കിലും ഇവിടെ കുറെ നിർദ്ദേശങ്ങളുണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിലൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. ആ ഔട്ട്പുട്ട് അത് റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മള് C++ന്റെ ഫംഗ്ഷന്റെ ഡെഫിനിഷന്റെ രൂപം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? How to define a function? ആദ്യം എന്തുണ്ടാവും?
റിട്ടേൺ ടൈപ്പ് പറയും. ഏത് തരത്തിലുള്ള വാല്യൂ ആണ് പുറത്തേക്ക് തരേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്ത് പറയും? ഫംഗ്ഷന്റെ പേര് പറയും. റിട്ടേൺ ടൈപ്പ് പറയുന്നു, ഫംഗ്ഷന്റെ പേര് പറയുന്നു. ബ്രാക്കറ്റിൽ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് ഇതിന് പറയാ. ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ട സമയത്ത് പാരാമീറ്റേഴ്സ്. എന്നിട്ട് കേളി ബ്രാക്കറ്റ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. C++ലെ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് C++ലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന രീതി. ഹൗ ടു ഡിഫൈൻ എ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? റിട്ടേൺ ടൈപ്പ് ഏതാണെന്ന് പറയണം. ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കണം. പാരാമീറ്റേഴ്സ് പറയണം. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തരും. പാരാമീറ്റേഴ്സ് പറയണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനെ വിളിക്കുമ്പോൾ, ഈ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ട് നമ്മൾ പറയും. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ്. സോ ദിസ് ഈസ് ദ വേ ഓഫ് ഡിഫൈനിങ് എ ഫംഗ്ഷൻ ഇൻ C++. ഇനി നമ്മൾ ഇതില് ഹലോ എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി, വെറുതെ ഹലോ എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് എന്താണ്? അത് ചിലപ്പോൾ ഇന്റീജർ ആയിരിക്കും, ചിലപ്പോൾ അത് ഫ്ലോട്ട് ആയിരിക്കും, ചിലപ്പോൾ അത് ക്യാരക്ടർ ആയിരിക്കും, ചിലപ്പോൾ അത് വോയിഡ് ആയിരിക്കും, ചിലപ്പോൾ അത് ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഡാറ്റ ടൈപ്പ്. ഫംഗ്ഷൻ നെയിം ഇതെന്താണ്? ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ ആണ്, ഒരു പേരാണ്. ഫംഗ്ഷനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ് എന്ത്? ഐഡന്റിഫയർ, ഫംഗ്ഷൻ നെയിം. അപ്പോ ഐഡന്റിഫയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസ് ഉണ്ട്. ആൽഫബറ്റും ഡിജിറ്റ്സും അണ്ടർസ്കോർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൽഫബറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആൽഫബറ്റിന് ശേഷം എന്തുമാവാം. ഈ പറയുന്ന റൂൾസ്, കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. ആ പറയുന്ന റൂൾസ് പ്രകാരം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പേര്. അങ്ങനെ പേര് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ബ്രാക്കറ്റ് ആണ്. ഇവിടെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പാരാമീറ്റേഴ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാ? ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ആർഗ്യുമെന്റ്സ്, പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ്. ആ ഫംഗ്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് സപ്ലൈ ചെയ്യാൻ, സപ്ലൈ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള രണ്ട് രീതിയിൽ പറയും. സപ്ലൈ ചെയ്യാനും അതിനെ സ്വീകരിക്കാനുള്ള സംവിധാനത്തെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. ഇത് സാധാരണഗതിയിൽ വേരിയബിൾസിന്റെ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഡാറ്റ ടൈപ്പ് പറയും, വേരിയബിളിന്റെ പേര് പറയും, കോമ ഡാറ്റ ടൈപ്പ്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പും ആ വേരിയബിളിന്റെ പേരും, കോമ ഡാറ്റ ടൈപ്പ് വേരിയബിളിന്റെ പേര്, അങ്ങനെ കൊടുക്കും. അപ്പൊ എന്തൊക്കെയായി? റിട്ടേൺ ടൈപ്പ് വേണം, ഫംഗ്ഷൻ നെയിം വേണം, പാരാമീറ്റേഴ്സ് ലിസ്റ്റ് വേണം. ഈ പാരാമീറ്റേഴ്സ് ഇല്ലാതെയും ഫംഗ്ഷൻ വേണം. നമ്മളുടെ ചോദ്യം ഇതാണ്, നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യണം. ഫണ്ണ് എന്ന് പറയുന്ന പേരിൽ ഒരു പ്രോഗ്രാം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഒരു സബ് പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കാൻ പോകാം. റിട്ടേൺ ടൈപ്പ് എന്താണ്? അതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അത് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വോയിഡ് എന്ന്. ഫംഗ്ഷൻ നെയിം നമ്മൾ പറഞ്ഞു ഫൺ എന്നാണ് നമ്മൾ ഫംഗ്ഷന്റെ പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പാരാമീറ്റേഴ്സ് വല്ലതും ഉണ്ടാവും, ഒന്നും ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ബ്രാക്കറ്റ് തൊട്ട ഉടനെ തന്നെ ക്ലോസ് ചെയ്യാം, എംപ്റ്റി ബ്രാക്കറ്റ്. സോ ദെയർ ഈസ് നോ പാരാമീറ്റേഴ്സ്, പാരാമീറ്റേഴ്സ് ഇല്ലാതെയാവും. എന്നിട്ട് നമ്മൾ കേളി ബ്രേസ് ഓപ്പൺ. എന്നിട്ടോ സി ഔട്ട് ഹലോ വേൾഡ്. ഇത് ഒരു ഫംഗ്ഷൻ ആണ്, നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ്. നോക്കുക, ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്? വോയിഡ്. അതിന്റെ അർത്ഥം എന്താ? അതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അത് ചില കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് അവസാനം ആരാണോ അതിനെ ഉപയോഗപ്പെടുത്തിയത് അങ്ങോട്ടൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. എന്താണ് ഫംഗ്ഷന്റെ പേര്? ഫണ്ണ്. പാരാമീറ്റേഴ്സ് എത്ര ഉണ്ട് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എത്ര ഉണ്ട്? ഒന്നുമില്ല, ആർഗ്യുമെന്റ്സ് ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഇതെന്താ ചെയ്യുന്നത്? ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. അത്രയേ ഉള്ളൂ.
ഇനി നമ്മളൊരു എക്സാമ്പിൾ നോക്കാം, ഒരു പ്രോഗ്രാമിന്റെ സഹായത്തോടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സിന് എഴുതിയിട്ട് അടിയിലൊരു ലൈൻ പോകണം. വീണ്ടും ഒരു അടുത്ത സംഖ്യകൾ എഴുതിയിട്ട് ഇങ്ങനെ ലൈൻസ് കൊടുക്കാൻ വേണ്ടി, കുറെ ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഫംഗ്ഷൻ നമുക്ക് എഴുതണം എന്ന് വിചാരിച്ചു. നോക്കാം, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ഒന്നാമത്തെ ലൈനിൽ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടേണ്ട സംഗതി 1 2 3 4 5 6 7 8 സോറി ഇത്ര കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട. നമുക്ക് ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഹൈഫൺസ് കൊണ്ട് ഒരു ലൈൻ ഉണ്ടാക്കണം. ഒരു 10 ഹൈഫൺ ഇട്ടിട്ട് ഒരു ലൈൻ. അത് കഴിഞ്ഞിട്ട് വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലൈൻ പറയും. ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഇങ്ങനെ ഒരു സാധനം പ്രിന്റ് ചെയ്യണം. ഇത് ഹൈഫണുകൾ ആവർത്തിച്ച് പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഒരു സംഗതിയാണ് നമുക്ക് വേണ്ടത് എന്ന് വിചാരിക്കുക. ഇതിനുള്ള പ്രോഗ്രാം എഴുതാൻ പോകുക. നമുക്കറിയാം, നമ്മൾ എഴുതുന്ന രീതി എന്താണ്? ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് യൂസിങ് നെയിം സ്പേസ് std, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം. അത് കഴിഞ്ഞിട്ട് ഇൻഡ് മെയിൻ എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? cout ഹലോ ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം എന്താ വേണ്ടത്? ഒരു 20 ഹൈഫൺ ഇട്ടിട്ട് ഹൈഫണുകൾ കൊണ്ടൊരു ലൈൻ ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫോർ I is equal to int, I is equal to 1, I less than or equal to 20, I plus plus. cout hyphen. ഇതെന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ സ്ക്രീനിൽ നിന്ന് വിചാരിച്ചു. ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. 20 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഈ ഹൈഫൺ പ്രിന്റ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 20 പ്രാവശ്യം ഈ ഹൈഫൺ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. 20 ടൈംസ് കാണിച്ചില്ല, 20 ടൈംസ് പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് വീണ്ടും cout അടുത്ത ലൈനിലേക്ക് ഇറങ്ങിയിട്ട് വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ അടുത്ത ലൈനിൽ എന്ത് വരും? വേൾഡ് വരും. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ ലൈൻ പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫോർ int j equal to 1, j less than or equal to 20, j plus plus എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ cout ഹൈഫൺ. അപ്പൊ ഇതെന്ത് ചെയ്യും? വീണ്ടും അടുത്ത ഹൈഫൺസ് 20 ഹൈഫൺ. ഇനി വീണ്ടും നമുക്ക് എന്ത് വേണം? ദിസ് എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? cout ദിസ്. അപ്പൊ അടുത്ത വരിയില് ദിസ്. ഇനി വീണ്ടും നമുക്ക് എന്ത് വേണം? ഹൈഫൺ. അപ്പൊ വീണ്ടും നമ്മൾ ഫോർ int
k equal to 1, k less than or equal to 20, k plus plus. See out. Good. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പേരിലേക്ക് വന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പേരിലേക്ക് വരണം. സോ ഒരു സ്ലാഷ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ കഴിഞ്ഞു, ഇവിടെ നമ്മൾ സ്ലാഷിന് കൊടുക്കുന്നു അടുത്ത ലൈനിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ കൊടുത്തു, വീണ്ടും അടുത്ത ലൈനിലേക്ക് കഴിഞ്ഞു. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കണം നമ്മൾ. ഇനി നമ്മൾ റിട്ടേൺ 0. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. ഇനി നമ്മൾ ഇതിനെ വേറെ രീതിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെ? ഇവിടെ നോക്കൂ, ദിസ് പാർട്ട് എവിടേക്കാണോ നമുക്ക് ഹൈഫൺ ആവശ്യമുള്ളത് അല്ലെങ്കിൽ ലൈൻ ആവശ്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ ഒരേ സംഗതി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിന് പകരം നമ്മൾ ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ എഴുതാൻ. നമ്മൾ എങ്ങനെ എഴുതുന്നു? നമുക്ക് വേണ്ടത് എന്താണ്? 20 ഹൈഫൺ പ്രിന്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എഴുതാണ് വോയിഡ്, റിട്ടേൺ ഒന്നുമില്ല, ഹൈഫൺ പ്രിന്റ് ചെയ്യാണ് നമ്മുടെ പരിപാടി. വോയിഡ് ഫംഗ്ഷന് നമ്മൾ പേര് കൊടുത്തു പ്രിന്റ് ലൈൻ. പ്രിന്റ് ലൈൻ എന്നാണ് നമ്മൾ ഫംഗ്ഷന് പേര് കൊടുത്തത്. പ്രിന്റ് ലൈൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, പാരാമീറ്റേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പാരാമീറ്റേഴ്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ ഫോർ int I is equal to 1, I less than or equal to 20, I plus plus. See out. So this is our function. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. ഇതിനൊക്കെ ഇത് എവിടെയൊക്കെ ആവശ്യമുണ്ടോ, ഈ ഹൈഫൺ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു സാധനത്തിന് ഉപയോഗം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവാ? ഈ ഫംഗ്ഷനെ വിളിച്ചാൽ ഏതുപോലെ നമ്മൾ പഠിച്ചു. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൽ ഗെറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, SQRT നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ STR LDN നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്രിന്റ് ലൈൻ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ വിളിക്കാം? പ്രിന്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കാം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ഈ ഒരു പേര് പറഞ്ഞാൽ ഹൈഫൺ 20 ഹൈഫൺ പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം? നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പാർട്ടിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രിന്റ് ലൈൻ എന്ന് എഴുതി കൊടുത്താൽ മതി. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി പ്രിന്റ് ലൈൻ. ഇവിടെ നമുക്ക് എന്ത് മതി? ഇതിന് പകരം നമുക്ക് എന്ത് മതി? ഇവിടെ നമ്മുടെ പണി എന്താണ്? ഹൈഫൺ ഉപയോഗിച്ചിട്ട് ലൈൻ ഉണ്ടാക്കുന്നത്. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് പ്രിന്റ് ലൈൻ എന്ന് എഴുതി കൊടുക്കാം. സിമിലർലി എവിടെയൊക്കെ നമുക്ക് ആ ലൈൻ പ്രിന്റ് ചെയ്യാനുള്ള സംഗതി ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രിന്റ് ലൈൻ എഴുതി കൊടുക്കാം. അപ്പോ എന്ത് സംഭവിക്കും? അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ എഴുതി വെച്ചു. നമ്മുടെ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷന്റെ മുകളിലായി യൂസിങ് നെയിം സ്പേസ് STD എന്നൊക്കെ എഴുതിയതിന്റെ താഴെയായിട്ട്
അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ എഴുതി വിചാരിച്ചു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ ഈ പേര് പറഞ്ഞ് ഉപയോഗപ്പെടുത്താം. അതാണ് നടക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും പ്രോഗ്രാമിൽ? ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു സബ് പാർട്ടാണ്, ഒരു സബ് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ്. ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും. എങ്ങനെ ഉപയോഗപ്പെടുത്തും? ഈ പേര് പറഞ്ഞിട്ട് ഉപയോഗപ്പെടുത്തും. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. പ്രിന്റ് ലൈൻ ആണ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താ ചെയ്യുന്നത്? എവിടെ പ്രിന്റ് ലൈൻ കാണുന്നോ അപ്പോ പ്രോഗ്രാം ഇവിടെ വെച്ച് എക്സിക്യൂഷൻ താൽക്കാലികമായി നിർത്തി എങ്ങോട്ട് പോകും? പ്രിന്റ് ലൈനിലേക്ക് പോകും. അവിടെ എന്താ പറഞ്ഞത്? ആ കാര്യം ചെയ്യും. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ വരും. ഇതിന്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. അങ്ങനെ അത് വീണ്ടും കണ്ടിന്യൂ. അടുത്ത സ്ഥലത്ത് വീണ്ടും എന്ത് കാണുന്നു? പ്രിന്റ് ലൈൻ കാണുന്നു. അപ്പോഴെന്ത് ചെയ്യും? ഇവിടെ താൽക്കാലികമായി നിർത്തിച്ചിട്ട് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് അത് ചെയ്യും. അത് ചെയ്തിട്ട് തിരിച്ചു ഇങ്ങോട്ട് പോകും. ഇവിടെ വീണ്ടും അത് കാണുന്നു. അപ്പൊ എവിടൊക്കെ പ്രിന്റ് ലൈൻ കാണുന്നു അപ്പോഴൊക്കെ എവിടെ പോകും? പ്രിന്റ് ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് ഈ പണി ചെയ്യും. ആ പണി ചെയ്തിട്ട് അത് തിരിച്ചു പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ 2 3 ലൈൻ ഉള്ള ഒരു സംഗതിയെ നമ്മൾ എന്താക്കി ചുരുക്കി ഒറ്റ പദത്തിൽ ഒതുക്കി, ഒറ്റ ലൈൻ ഒതുക്കി. ഇനി സപ്പോസ് ഈ ഒരു സംഗതി നമ്മുടെ പ്രോഗ്രാമിന് 1000 തവണ ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചു. ഈ ലൈന് പ്രിന്റ് ചെയ്യുന്ന പരിപാടി 1000 തവണ ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം എഴുതിയ ഒരു പ്രകാരം എന്താണ്? നമുക്ക് ഒരു സംഗതിക്ക് ഒരു ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് ഒരു 3 ലൈൻ ആവശ്യമാണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഫോറും അതിന്റെ കിടക്കാം. ഒരു 3 ലൈൻ ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ 1000 ലൈൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ എത്ര ലൈൻ ആവശ്യമുണ്ടാവും? നമുക്ക് 3000 സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യമുണ്ടാവും. അപ്പൊ അത്രയും പ്രോഗ്രാം വലുതാവുമാണ്. ഇവിടെ നമ്മൾ എന്തിനും ഒതുക്കിയത്? ഒറ്റ പദത്തിൽ ഒതുക്കി. അപ്പൊ നമുക്ക് എത്ര മതി? 1000 ലൈൻ പ്രിന്റ് ചെയ്യാൻ എത്ര മതി? 1000 സ്റ്റേറ്റ്മെന്റ്സ് മതി. പ്ലസ് ഇതിനാവശ്യമുള്ള 3-4 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 3000 സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതിന് പകരം നമ്മളത് 1400 1500 കൊടുക്കും. അപ്പൊ പ്രോഗ്രാമിന്റെ വലുപ്പം എന്താവും? ചെറുതാവും. ഇനി നമ്മൾ ഈ എഴുതിയ സംഗതി, ഈ പ്രിന്റ് ലൈൻ എഴുതിയപ്പോ എവിടേക്കോ തെറ്റ് വന്നു എന്ന് വിചാരിച്ചു. നമ്മൾ ഈ പ്രോഗ്രാം മൊത്തം സെർച്ച് ചെയ്യണം എവിടെയാണ് തെറ്റ് എന്നുള്ളത്. ആ പ്രിന്റ് ലൈനിൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ എവിടേക്ക് ആ ഇതിന് വേണ്ടിയിട്ട് 3 സ്റ്റേറ്റ്മെന്റ് എഴുതി അവിടെയൊക്കെ പോയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇതാവുമ്പോ ഇവിടെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കഷ്ണത്തിൽ മാത്രം കറക്റ്റ് ചെയ്താൽ മതി. അത് എല്ലാവർക്കും കറക്റ്റഡ് ആവും. അപ്പൊ പ്രോഗ്രാമിന്റെ സൈസ് നമുക്ക് ഒരുപാട് കുറക്കാൻ പറ്റും എന്ന് ഉപയോഗിച്ചിട്ട് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട്. ഇനി നമ്മൾ ഈ പറയുന്ന ലൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ പോയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷനെ വിളിക്കുക. ഈ ഭാഗം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. പ്രോഗ്രാമിനെ നമ്മുടെ ഫംഗ്ഷനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പേര് കൊടുത്ത് വിളിക്കുന്നത് കൊടുത്താണ്. അപ്പൊ ഇതിന് നമ്മൾ പറയും കോളിംഗ് സെക്ഷൻ. കോളിംഗ്, വിളിക്കുന്ന ഭാഗം. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ പോയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇതിന് പറയുന്ന പേരാണ് കോൾഡ് സെക്ഷൻ. അപ്പൊ ഫംഗ്ഷൻ കോൾ വെച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നു. ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുന്നു. അങ്ങനെ ഇത് ഇൻവോക്ക് ആവുന്നു, പ്രവർത്തന സജ്ജമാവുന്നു, അത് പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ചിട്ട് തിരിച്ച് വീണ്ടും വിളിച്ച സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന രീതി. എങ്ങനെ? ഫംഗ്ഷൻ ഒരു ഡെഫിനിഷൻ ഉണ്ടാവും. ആ ഡെഫിനിഷൻ നമ്മൾ പേര് പറഞ്ഞിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. അത് ചിലപ്പോൾ വാല്യൂസ് സ്വീകരിച്ചേക്കാം, അതൊരു വാല്യൂ തിരിച്ചു തന്നേക്കാം. എന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് 2 കർലി ബ്രേസസിന്റെ ഇടയിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് പറയും. ഈ ഭാഗത്ത് നമ്മൾ ഈ പേര് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യും. ആ പേര് ഉപയോഗിച്ചിട്ട് എവിടേക്കാണോ ആവശ്യമുള്ളത് ആ പേര് അവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ കോൾ. ഈ ഫംഗ്ഷൻ കോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന് തത്തുല്യമായ ഡെഫിനിഷൻ പോയിട്ട് അതിന്റെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ആ പ്രവർത്തനം ചെയ്യുന്നു, അത് തിരിച്ചു വരുന്നു. ഈ രീതിയിലാണ് പ്രോഗ്രാംസ് ചെയ്യുന്നത്, ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ കോൾ. Then this part നമുക്ക് നമ്മൾ തയ്യാറാക്കുന്ന
റിട്ടേൺ ടൈപ്പും ഫംഗ്ഷന്റെ പേരും പാരാമീറ്റേഴ്സും പറഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പൊ എന്തൊക്കെയായി? ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന പേരാണ് ഫംഗ്ഷൻ കോൾ. അങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഭാഗം സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഈ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്ന പേര് എന്തൊക്കെയുണ്ടതില്? റിട്ടേൺ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്, അത് മാറ്റിയില്ല. ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ എന്തെല്ലാം ഉണ്ടാവും? റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. പിന്നെയോ ഫംഗ്ഷൻ നെയിം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഈ ഒരു ലൈനിനെ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ്, ഈ ഒരു ലൈനിനെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്സ് അടങ്ങിയിട്ടുള്ള ഈ ഭാഗത്തിൽ പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഹെഡർ അല്ലെങ്കിൽ ഹെഡിങ്. ഫംഗ്ഷൻ ഹെഡർ എന്നോ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡിങ് എന്നോ പറയുന്ന ഭാഗമാണ് ഫംഗ്ഷൻ ഡെഫിനിഷന്റെ ആദ്യത്തെ ലൈൻ. ഫംഗ്ഷൻ ഹെഡറിൽ എന്തൊക്കെയാ ഉണ്ടാവുക? റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. ഇത് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ് എന്നത് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. ഫംഗ്ഷന് പേരുണ്ടാവും, അതുപോലെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 5 എന്നാണ് ആ ഫംഗ്ഷൻ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 1 + 2 + 3 + 4 + 5 സമം ഇതിന്റെ റിസൾട്ട് 5 + 4 9, 9 3 12, 12 2 14 15 എന്ന ആൻസർ കിട്ടണം. 10 ആണ് കൊടുക്കുന്നതെങ്കിലോ 1 + 2 + 3 + 4 അങ്ങനെ 10 വരെ ആഡ് ചെയ്യണം. 55 എന്ന ആൻസർ വരണം. 3 ആണ് കൊടുക്കുന്നതെങ്കിലോ 1 + 2 + 3 ചെയ്തിട്ട് നമുക്ക് തരുന്നത്. 4 ആണ് കൊടുക്കുന്നതെങ്കിലോ 1 + 2 + 3 + 4 ചെയ്തിട്ട് ആൻസർ തരുന്നത്. ഇനി നമ്മൾ 100 ആണ് കൊടുക്കുന്നതെങ്കിലോ 1 + 2 + 3 ചെയ്തിട്ട് 100 വരെ ചെയ്തിട്ടുള്ള റിസൾട്ട്. അപ്പൊ ഈ ഒരു സീരീസിനെ, ഈ ഒരു നമ്പേഴ്സിന്റെ സം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുക. അപ്പൊ നമുക്ക് എവിടെയോ പ്രോഗ്രാമിൽ എവിടെയോ ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊരു പേര് കൊടുക്കും, സം സീരീസ്. അങ്ങനൊരു പേര് കൊടുക്കും. ഉള്ളിലേക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കും. നമ്മളെന്താ കൊടുക്കുക? n ആണ് കൊടുക്കുന്ന ഒരു നമ്പറാ കൊടുക്കുക. പുറത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും. ഒരു ഇന്റിജർ നമ്പർ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പൊ ഈ n-ന്റെ വാല്യൂ 1 ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇഫ് ഇറ്റ് ഈസ് 1, ഔട്ട്പുട്ട് എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. ഔട്ട്പുട്ട് n-ന്റെ വാല്യൂ 2 ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറി കടന്നതിന് ആ പ്രവർത്തനം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടണം? 1 + 2 3 എന്ന് കിട്ടണം. ഇനി അവിടെ കൊടുക്കുന്നത് 3 ആണ് കൊടുക്കുന്നതെങ്കിലോ 1 + 2 + 3 നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടണം? 6 കിട്ടണം. നമ്മൾ 5 ആണ് കൊടുക്കുന്നതെങ്കിലോ 1 + 2 + 3 + 4 + 5 എന്ന് പറഞ്ഞിട്ട് 15 എന്ന് ആൻസർ. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ പേരെന്താണ്? സം സീരീസ്. ഉള്ളിലേക്ക് കൊടുക്കുന്നത് എന്താണ്? n, ഒരു ഇന്റിജർ നമ്പർ ആണ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. ഉത്തരമായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ്? അതും ഒരു ഇന്റിജർ നമ്പർ ആണ് കിട്ടുന്നത്. ഇതിനെ നമ്മളൊരു ഫംഗ്ഷൻ ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ പേരെന്താണ്? സം സീരീസ് എന്നാണ് ഫംഗ്ഷന്റെ പേര്.
ഉള്ളിലേക്ക് എന്താ കൊടുക്കുന്നത്? ഉള്ളിലേക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടി n എന്ന് പറയുന്ന നമ്പർ കൊടുക്കും. അത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അതിന്റെ ടൈപ്പ് എന്താണ്? ഇന്റിജർ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ പറയും ഉള്ളിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന സാധനം ഒരു ഇന്റിജർ ആണ്. അത് നിങ്ങൾക്ക് ലഭ്യമാവുക n എന്ന് പറയുന്ന ഈ വേരിയബിളിലൂടെയാണ് ലഭ്യമാവുക. വാല്യൂസ് വിളിക്കുന്ന സമയത്ത് എന്നിലേക്ക് ഈ സംഖ്യ നമുക്ക് കിട്ടും. ചിലപ്പോൾ 1 ആവും, ചിലപ്പോൾ 10 ആവും, ചിലപ്പോൾ 100 ആവും. ഏതാണ് വാല്യൂ കൊടുക്കുന്നത് ആ വാല്യൂ കിട്ടും. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചെന്ത് തരണം? അതുവരെയുള്ള സംഖ്യകളെ ആഡ് ചെയ്തിട്ട് ഒരു ഇന്റിജർ നമ്പർ തരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇന്റിജർ ആണ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇന്റിജർ വാല്യൂ റിട്ടേൺ. എന്നിട്ടോ ബ്രാക്കറ്റ്. ഇനി ഇവിടെ ചെയ്യണം, എന്ത് ചെയ്യണം? n എന്താണോ അത് അത്രയും തവണ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇതിന്റെ ഇടയിൽ എഴുതണം. നമുക്ക് എന്താ വേണ്ടത്? n 1 ആണെങ്കിൽ 1 തന്നെ ആൻസർ, n 2 ആണെങ്കിൽ 1 + 2, n 3 ആണെങ്കിൽ 1 + 2 + 3. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതിനുള്ളിൽ എഴുതണം. അപ്പൊ നമ്മൾ എഴുതുകയാണ് int sum = 0. അതായത് സം സീരീസ് റിസൾട്ട് വരേണ്ടത് സം എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ഇനി നമുക്ക് എന്താണ്? n വരെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ int I = 1, I less than or equal to n I plus plus. ഈ ലൂപ്പ് എന്ത് ചെയ്യും? 1 മുതൽ n വരെ. n 1 ആണെങ്കിൽ ഒരു പ്രാവശ്യം, n 2 ആണെങ്കിൽ 2 ടൈംസ്, n 3 ആണെങ്കിൽ 3 ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അവിടെ എന്ത് ചെയ്യുന്നു? ഇതിന്റെ സം കാണാൻ വേണ്ടി നമ്മൾ എഴുതുന്നത് സം = സം പ്ലസ് i. അതിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ആ വാല്യൂവിനെ സമ്മിലേക്ക് ആഡ് ചെയ്യും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സംഗതികളാണ്. അങ്ങനെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സമ്മില് 2 ആണെങ്കിൽ 1 + 2 ചെയ്തിട്ടുണ്ടാവും. 3 ആണ് കൊടുത്തെങ്കിൽ 1 + 2 + 3 കൊടുത്തിട്ടുണ്ടാവും. എന്നിന്റെ വാല്യൂ 5 ആണെങ്കിൽ 1 + 2 + 3 + 4 + 5 ചെയ്ത ആൻസർ എവിടെ ഉണ്ടാവും? സമ്മിൽ. ഇനി ഈ സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റ് മെയിൻ എഴുതുമ്പോൾ അതിന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് റിട്ടേൺ 0 നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ എന്താണോ ആൻസർ വരുന്നത് ആ ആൻസർ റിട്ടേൺ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ സം, ബ്രാക്കറ്റ് കൊടുക്കണമെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക, എന്നിട്ട് ഈ കേസ്. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഇതാണ് n വരെയുള്ള സംഖ്യകളിലെ സമ്മ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ഈ ഫംഗ്ഷനെ നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. യൂസർ എന്തെങ്കിലും ഒരു വാല്യൂ യൂസറോട് ഒരു വാല്യൂ ചോദിക്കുന്നു, ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആൻസർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള n വരെയുള്ള സംഖ്യകളുടെ ഇന്റിജർ നമ്പേഴ്സിന്റെ സം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാം. അത് വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോകാം. നോക്കൂ, നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ പ്രോഗ്രാം ഇത് ഞാൻ തൽക്കാലം മാറ്റുകയാണ്. നമ്മൾ എഴുതുന്നു ഹാഷ് ഇൻക്ലൂഡ് IOStream using namespace std. ഇനി ഈ ഫംഗ്ഷന്റെ ഞാൻ ആദ്യം തന്നെ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത്. എങ്ങനെ എഴുതും? int നേരത്തെ എഴുതിയ സം സീരീസ് int n എന്നിട്ടോ int sum = 0 for int I = 1, I less than or equal to n I plus plus. Sum = sum plus I. Return sum. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ ഭാഗം ഞാൻ ആദ്യം എഴുതി. ഇനി മെയിൻ പാർട്ടിൽ നമുക്ക് മെയിൻ ഫംഗ്ഷൻ int
മെയിൻ. ഇനി നമുക്ക് എന്ത് വേണം? ഈ പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ടുള്ള എന്താണ്? സം സീരീസ് കാണാൻ വേണ്ടിയിട്ടാണ്. സം ഓഫ് എത്രയാണോ യൂസർ കൊടുക്കുന്നത് അതുവരെയുള്ള റിസൾട്ട് കാണാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ എഴുതാണ് സി ഔട്ട്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, int നമ്പർ. സി ഔട്ട് enter your number. Scene number. അപ്പൊ യൂസർ എന്ത് ചെയ്തു? ഈ ഭാഗം നമുക്ക് എന്തുണ്ട്? നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതൊരു ഇന്റിജർ വേരിയബിൾ ആണ്. സ്ക്രീനിൽ നമ്മൾ എന്ത് കാണുന്നു? സ്ക്രീനിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നു? എൻ്റർ യുവർ നമ്പർ എന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പൊ ഒരാള് 6 എന്ന് കൊടുത്തു, 6 എന്ന് ടൈപ്പ്. ആ 6 എങ്ങോട്ട് പോകുന്നു? നമ്പറിലേക്ക്. ഇനി നമുക്ക് ഈ നമ്പറിനെ എങ്ങോട്ട് പാസ് ചെയ്യിക്കണം? ഈ ഫംഗ്ഷനിലേക്ക് കൊടുക്കണം. നമ്മൾ നേരത്തെ എഴുതി വെച്ച ആ പാർട്ട് ഇതാണ് സം സീരീസ് എന്ന് പറയുന്ന ഭാഗം. ഇതിന്റെ ഉള്ളിലേക്ക് വാല്യൂ കൊടുക്കണം, എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. റൈറ്റ്? അപ്പോ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പണി എന്താണ്? ഫംഗ്ഷനെ കോൾ ചെയ്യുക എന്നതാണ്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ എഴുതുന്നത് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം. അപ്പൊ നമ്മള് int res equal to some series of number എന്ന് കൊടുത്തു. ഇതാണ് ഫംഗ്ഷൻ കോൾ. ഈ ഭാഗമാണ് ഫംഗ്ഷൻ കോൾ. സം സീരീസ് നമ്പർ. എന്ത് സംഭവിക്കും ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ? ഈ നമ്പർ എന്ന് പറയുന്ന ഈ വേരിയബിളിന്റെ ഉള്ളിലുള്ള 6നെ എങ്ങോട്ട് പാസ് ചെയ്യും? ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ ഈ എന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു 6. എന്നിട്ട് പിന്നെ പണി ഇവിടുന്ന ചെയ്യുന്നത് എന്താ ചെയ്യാ? 0 അപ്പൊ 1 മുതൽ 6 വരെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ 15 + 6 21. സമ്മിനുള്ളിൽ എന്ത് വരും? 1 + 2 + 3 + 4 + 5 + 6 ചെയ്യും. അപ്പൊ സമ്മിനുള്ളിൽ എന്ത് വരും? 21 എന്ന് പറയുന്ന റിസൾട്ട് വരും. റിട്ടേൺ ചെയ്യും, തിരിച്ചു വിളിച്ചു. ആരാ വിളിച്ചത്? ഇവിടുന്ന വിളിച്ചു. ആ വിളിച്ച ഭാഗത്തേക്ക് വാല്യൂ തിരിച്ചു കൊടുക്കും. എന്താ തിരിച്ചു കൊടുക്കുക? സമ്മ്. ആ സമ്മിൽ എന്താ ഉള്ളത്? ഈ ചെയ്തതിന്റെ റിസൾട്ട് 21 എന്ന് പറയുന്ന വാല്യൂ റിസൾട്ട്. അതെന്താണ്? ഇന്റിജർ ടൈപ്പ്. ആ ഇന്റിജർ ടൈപ്പിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വേറെ വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. res എന്നാണ് വേരിയബിളിന്റെ പേര്. അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വിളിക്കുന്ന സമയത്ത് ഈ നമ്പർ പാസ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റിസൾട്ട് വരും. ആ റിസൾട്ട് എങ്ങോട്ട് പോകുന്നു? res-ലേക്ക് പോകുന്നു. അപ്പൊ എന്താ അവിടെ വരും? 21 എന്ന റിസൾട്ട് നമുക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? സി ഔട്ട് സം ഈസ് res. ഇങ്ങനെ അപ്പോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് 6 പാസ് ചെയ്ത് ഉടനെ ബാക്കിയുള്ള ക്ലോസ് ചെയ്ത് നമുക്ക് റിസൾട്ട് res വന്നു. സം ഈസ് res. സം ഈസ് 21 എന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം അവസാനിപ്പിക്കും. സോ ഈ രീതിയിലാണ് ഫങ്ഷൻസ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാരാമീറ്റേഴ്സിന് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം, ഒരേ ഫംഗ്ഷനെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. എനിവേ ഇൻ ഷോർട്ട്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് വലിയ പ്രോഗ്രാമുകൾ, കോംപ്ലക്സ് പ്രോഗ്രാമുകൾ, അതിന്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യും, സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റും, കമ്പാർട്ട്മെന്റലൈസ്. ഈ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയാം. വലിയ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ട് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റും. ഈ ചെറിയ ചെറിയ ഭാഗങ്ങളെയാണ് സബ് പ്രോഗ്രാംസ് എന്ന് പറയാം. C++ന്റെ ഭാഷയിൽ സബ് പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ഫങ്ഷൻസ്. അപ്പൊ ഈ ഫങ്ഷൻസ് ഒരു പേര് കൊടുത്ത് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ, അതിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഫങ്ഷൻസ് രണ്ട് തരം ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്.
ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അതിനെ ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഫംഗ്ഷൻ ഒരു റിട്ടേൺ ടൈപ്പ് പറയും, ഫംഗ്ഷന്റെ പേര് പറയും, ആർഗ്യുമെന്റ്സിന്റെ ലിസ്റ്റ് പറയും, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയും. ആദ്യത്തെ ആ ലൈനിൽ പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഹെഡർ. ഇനി ഫംഗ്ഷനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഫംഗ്ഷന്റെ പേര് പറഞ്ഞിട്ട് അതിനെ നമ്മൾ കോൾ ചെയ്യും. ഈ കോൾ ചെയ്യുമ്പോൾ ഇതിനെയാണ് നമ്മൾ പറയാ ഫംഗ്ഷൻ കോൾ എന്ന് പറയാ. ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ പ്രവർത്തന സജ്ജമാവും. അത് വാല്യൂസ് ഉണ്ടെങ്കിൽ വാല്യൂസ് സ്വീകരിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ റിസൾട്ട് ഉത്തരം തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ തിരിച്ചു കൊടുക്കും. അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ വാല്യൂ കാണാൻ പറ്റും. അപ്പം ഫംഗ്ഷൻ കോംപ്ലക്സിറ്റി കുറക്കുന്നു, പ്രോഗ്രാമിന്റെ സൈസ് കുറക്കുന്നു, ഡീബഗിങ് എളുപ്പമാക്കുന്നു. പ്രോഗ്രാമിലെ തെറ്റ് കണ്ടുപിടിച്ച് തിരുത്തുന്ന പരിപാടിക്കാണ് ഡീബഗിങ് എന്ന് പറയാം. അത് എളുപ്പമാക്കുന്നു. വളരെ എളുപ്പത്തിൽ പ്രോഗ്രാം വളരെ കുറഞ്ഞ പീരീഡ് കൊണ്ട് ആളുകൾക്ക് പ്രോഗ്രാമേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രീഫേസ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ താങ്ക് യു.